അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ കുറച്ച് പർച്ചേസിനായിട്ട് പോവുകയാണ്. കൂടെ പിള്ളേരൊക്കെ ഉണ്ട്. ഇതിങ്ങനെ വണ്ടിയിൽ ഇരിക്കണ കണ്ടു കഴിഞ്ഞാൽ അവനാണ് ഓടിക്കണമെന്നൊക്കെ തോന്നും. പക്ഷെ അവനല്ല, ഞാൻ തന്നെയാണ്. ഒരാളും കൂടി ഉണ്ട്. ഞങ്ങളെല്ലാവരും 3 പേരും കൂടിയിട്ട് അങ്ങനെ ചെറിയൊരു പർച്ചേസിനായിട്ട് പോവുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം. ഓക്കേ. അങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് ഞങ്ങൾ 3 പേരും കൂടി പോകാൻ നിൽക്കാം കേട്ടോ. മൂന്നാമത്തെ ആളെന്നതിൽ കാണാത്തത് അവനാണ് ഇപ്പോൾ ക്യാമറാമാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവനും കൂടി ഇരുന്ന് ഞങ്ങൾ 3 പേരും കൂടിയിട്ട് അങ്ങനെ പോവുകയാണ്. ഹെൽമെറ്റ് ഉണ്ടായിരുന്നു 2 പേർക്ക്. താഴെയുള്ള ആൾക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവന് സെൻറ്ററിൽ എടുത്തിയങ്ങാണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇവിടെയാണ് കേട്ടോ മക്കൾ പഠിക്കണത്. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. ഈ പള്ളി കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന പലർക്കും മനസ്സിലാവും ഇത് ഏതാ പള്ളി, ഏതാ സ്ഥലം എന്നൊക്കെ. ഇവിടെ നല്ല പേര് കേട്ടൊരു പള്ളിയാണ്. അതുപോലെ തന്നെ പേര് കേട്ടതാണ് ഇവിടുത്തെ പെരുന്നാളും. ഇവിടെ അടുത്ത് തന്നെയാണ്, ഞങ്ങളുടെ അടുത്തുള്ളൊരു പള്ളിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ പള്ളി കാണാൻ തന്നെ. എന്നും ഈ വഴിക്ക് തന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് കേട്ടോ പോകാറുള്ളത്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് കുന്നംകുളത്തേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂർ റോട്ടിൽ CR7-ലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഈ ബോയ്സിൻ്റെ വെറൈറ്റീസാണ് എൻ്റെ കൂടെ ഉള്ളതും ബോയ്സ് ആണല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തു. നമുക്ക് 2 പേർക്കും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഷൂ വേണമെന്ന് കുറച്ചായി പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഷൂ ഒന്നും ഇപ്പോൾ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയിരുന്നു. അപ്പം ഇനി എന്തായാലും ഷൂ ആയിക്കോട്ടെ, ആഗ്രഹം കൂടി അങ്ങോട്ട് സാധിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നല്ല രീതിയിലായിരുന്നു കേട്ടോ കസ്റ്റമേഴ്സിനോടുള്ള അവരുടെ ഒരു പെരുമാറ്റമൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല രീതിയിൽ ആ സമയത്ത് അവിടെ തിരക്കും അധികം ഉണ്ടായിരുന്നില്ല. നല്ല തിരക്കുള്ളൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ആളുടെ ഷൂ ഒക്കെ സെറ്റായി. അപ്പോൾ പിന്നെ ഇനി അവൻ്റെ ഏട്ടന് മൂത്ത ആൾക്കും കൂടി നോക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ കുറച്ചേരം ഇരുന്നു, അവരുടെ നോട്ടൊക്കെ കഴിയട്ടെ എന്ന് കരുതിയിട്ട്. ശേഷം ഞാനൊരു ചെരുപ്പൊക്കെ എടുത്തു, ബാഗൊക്കെ എടുത്തു, ലാസ്റ്റ് ഡുബായൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താ, ഭയങ്കര വെള്ളം ദാഹമായിരിക്കും മക്കൾക്ക് എവിടെ പോയാലും. പിന്നെ ഓൾറെഡി ഇന്നലെ വരെ മഴയായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ചൂടും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ഷേക്ക് കുടിക്കാൻ പോയിട്ടോ. കുന്നംകുളത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും വില കുറവിന് ഷേക്ക് കിട്ടുന്ന ഒരു കട ഇവിടെ തന്നെയായിരിക്കും കേട്ടോ. ഞാൻ ചെന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. പിന്നെ തിരക്കൊന്നും ഒഴിയണവരെ ഒന്ന് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ 2 ബട്ടർ ഷേക്കും ഒരു ചോക്ലേറ്റും ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ ചോക്ലേറ്റ് ഷേക്ക് വന്നു. ആദ്യം ചെറിയ ആളുടെ ചോക്ലേറ്റ് ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവന് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ വരാത്തത് കൊണ്ട് ഇതൊന്ന് ഇത്തിരി എടുത്തോ ടേസ്റ്റ് നോക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ എത്തി ബട്ടർ ഷേക്ക് 2 ഉഴുന്ന് വടയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് കഴിച്ച് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഓണത്തിന് വേണ്ടിയിട്ട് 2 വടുവപ്പുളി അച്ചാറിലേക്കും പിന്നെ നെല്ലിക്ക, മുളക് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അതൊക്കെ ഞാൻ സെറ്റാവുന്നതിനിടയിൽ പിന്നെ ഇവരുടെ വക പിന്നെ ഓരോന്ന് എടുത്തിടലായി. ഞാൻ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞ് അതൊക്കെ ഒന്ന് എടുത്തേക്കാൻ പറഞ്ഞു. ഞാനും അവിടെ നിന്നൊരു ബാഗ് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ബാഗ് ഇതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതന്നെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ബാഗ് അതൊക്കെ എടുത്ത് വെച്ചു, കിച്ചണിൽ കയറി. കാരണം ഇനി ഒരു ലീവ് സൺഡേ കിട്ടുന്നില്ലല്ലോ ഓണത്തിന് മുൻപായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ അച്ചാറ് പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിന് ആദ്യം പിന്നെ നെല്ലിക്ക എന്തായാലും വാങ്ങിയ സ്ഥിതിക്ക് നെല്ലിക്ക നന്നായി കഴുകിയത് ഉപ്പിലിട്ട് കുറച്ച് മുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചു. പുളിയിഞ്ചിക്ക് വേണ്ടിയിട്ട് രാവിലെ ഞാൻ പുളിയൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിഴിഞ്ഞതിൻ്റെ എസൻസൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോ ഞാനിനി അടുത്തൊരു വീഡിയോയിൽ പറയാട്ടെ എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോ പുളിയിഞ്ചി അതുപോലെ വടുവപ്പുളിയുടെ ഒക്കെ ഒരു റെസിപ്പി ആയിട്ടുള്ള അടുത്ത വീഡിയോയിൽ വരാം. ബായ്.